സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സമ്മറി നോക്കാം. Summary. The book Salt in His Shoes tells the story of Michael Jordan as a young boy. He grew up playing basketball with his brothers. However, he was the shortest boy on the court. He was often teased by one of the taller boys. After losing the game one day, Michael asked his mother what he needed to do to grow taller. His mom suggested putting salt in his shoes. Being patient and praying every day, Michael did this for several months while practicing basketball. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ മൈക്കിൾ ജോർദൻ എന്ന ഒരു യങ് ബോയാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അവന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാ സൺഡേസിലും അവൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ സ്ഥലത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് അവൻ കളിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവന് ഷോർട്ടായിട്ടുള്ളൊരു ബോയാണ്. അപ്പം ടോളായിട്ടുള്ള ബോയ്സൊക്കെ അവനെ ഇങ്ങനെ ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതവൻ്റെ അമ്മയോട് അവൻ പോയി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൻ കളിക്കുന്ന ആ ബൂട്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു ഷൂവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് കാത്തിരിക്കുക, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ടോളറാവുന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ അത് തന്നെ കുറേ കാലങ്ങളായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. മന്ത് ലാസ്റ്റ് ഹി വാസൻ എനി ടോളർ ആൻഡ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ഡിസ്കറേജ്. അവൻ കുറേ കാലം ഇങ്ങനെ ചെയ്തിട്ട് അവൻ അങ്ങനെ ടോളറാവാത്ത പോലെ അവന് തോന്നി. മൈക്കിൾ സ്റ്റാർട്ട് ടോക്ക് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ഹി ഡിഡ്ന്റ് നീഡ് ടു ബി ടോൾ ടു ബി എ ഗുഡ് പ്ലെയർ. അപ്പം അവൻ്റെ അച്ഛൻ പറഞ്ഞു നല്ലൊരു പ്ലെയർ ആവാൻ അങ്ങനെ ഹൈറ്റ് വെക്കണമെന്നൊന്നും ഇല്ല, അത്യാവശ്യം നന്നായിട്ടിത് കളിക്കാൻ പറ്റിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്റ്റോറിയുടെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും അവൻ നന്നായിട്ട് ഒരു മാച്ച് ജയിച്ച് അവൻ്റെ ടീമിന് നല്ലൊരു സ്കോർ നേടിക്കൊടുത്തു. അങ്ങനെ അവനൊരു ബാസ്കറ്റ് ബോൾ സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ ടീസ് ചെയ്ത് കളിയാക്കിയ എല്ലാവരുടെയും മുന്നിൽ അവന് നല്ല അഭിമാനത്തോടുകൂടെ നടക്കാൻ പറ്റി. അപ്പോൾ അവനൊരു സ്റ്റാർ ആയതുകൊണ്ട് അവൻ മാറിയിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഇത് കളിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചാപ്റ്ററിനെ ഫുള്ളായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഒരു സമ്മറിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്